ഓണമടുത്തെങ്കിലും തമിഴ്നാട്ടിലെ പച്ചക്കറി വിപണിയിൽ ഇത്തവണ വില കുതിച്ചുയർന്നിട്ടില്ല. മുൻവർഷത്തെ അപേക്ഷിച്ച് കേരളത്തിലേക്കുള്ള പച്ചക്കറി കയറ്റുമതി കുറവാണെന്ന് വ്യാപാരികൾ പറയുന്നു. മധ്യ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ പച്ചക്കറി എത്തുന്നത് തമിഴ്നാട്ടിലെ തേനിയിൽ നിന്നാണ്. പച്ചക്കറി കൂട്ടിയൊരു സദ്യയില്ലാതെ മലയാളികൾക്ക് എന്ത് ഓണാഘോഷം. തമിഴ്നാട് തേനി ജില്ലയിലെ ഒരു പച്ചക്കറി മാർക്കറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കെട്ടുകണക്കിന് ചാക്കിൽ പച്ചക്കറികൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ വില കഴിഞ്ഞ വർഷത്തേതിന്റെ അത്രയും ഉയർന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തേവാരം, ചിന്നമന്നൂർ, കമ്പം, തേനി, ശീലയംപെട്ടി, വത്തലക്കുണ്ട്, ഗൂഡല്ലൂർ തുടങ്ങിയ തെക്കൻ തമിഴ്നാട്ടിലെ പച്ചക്കറി തോട്ടങ്ങളുടെ പ്രധാന വിപണി കേരളമാണ്. ഓണം മുന്നിൽ കണ്ടാണ് പലപ്പോഴും കൃഷി ചെയ്യുന്നത്. എന്നാൽ ഓണത്തിന്റെ തിരക്ക് മാർക്കറ്റുകളിൽ അനുഭവപ്പെടുന്നില്ലെന്നാണ് ചിന്നമന്നൂർ മാർക്കറ്റിലെ വ്യാപാരികൾ പറയുന്നത്. இப்போ வரத்து ஜாஸ்தி இருக்கு. இந்த ஓன வியாபாரத்தை நம்பி சம்சாரிக்க நிறைய காய் வந்துட்டு இருக்கு. வெண்டிக்காய், பாவக்காய், முருங்கைக்காய், கோவக்காய் எல்லாம் வந்துட்டு இருக்கு. ரேட் இந்த வட்டம் நம்ம எதிர்பார்த்த ரேட் இல்ல. நல்ல வியாபாரம் இருக்கு. இந்த வருஷம் தான் கொஞ்சம் கம்மியா இருக்கு. இந்த வருஷம் விலைவாசி கொஞ்சம் கம்மி குறவு. கட்டப்பயிரம் எல்லாம் பாத்துக்கிட்டீங்கன்னா போன கழிஞ்ச வருஷத்துல 120 ரூபா, இந்த வருஷம் ஒரு 70 ரூபா, 60 ரூபா, 30 ரூபா இப்படி வரும். இன்னும் 2 நாள்ல வியாபாரம் ஓன வியாபாரம் நல்லா இருக்கும்னு எதிர்பார்க்கிறோம். பார்க்கட்டும் எப்படி சூழலா பாத்துக்கலாம். ബീൻസ് 30, വെള്ളരി 10, മുളക് 28, തക്കാളി 10, വെണ്ടയ്ക്ക് 29, മുരിങ്ങക്കായ് 20, അമരപ്പയർ 13, ബീട്രൂട്ട് 12, ക്യാബേജ് 12, അച്ചിങ്ങ 40 എന്നിങ്ങനെയാണ് 1 കിലോയ്ക്ക് ഇപ്പോഴത്തെ നിരക്ക്. കഴിഞ്ഞ വർഷം ഇതേ സമയം ഇരട്ടിയിലധികമായിരുന്നു വില. ഇന്നൊരു ആവറേജ് മീഡിയം വിലയുള്ളൂ ഇന്നിവിടെ സാധനങ്ങൾക്ക്. പക്ഷേ ഓണം പ്രമാണിച്ച് 1-2 ദിവസങ്ങൾ കഴിയുമ്പോൾ വില ക്രമാതീതമായി കൂടാൻ സാധ്യതയുണ്ട്. പക്ഷേ പൊതുവിൽ വ്യാപാരികൾക്ക് ഈ ഓണാഘോഷം ഇല്ല എന്നുള്ളൊരു തോന്നൽ ജനങ്ങളുടെ ഇടയിൽ ഉള്ളതിനാൽ വ്യാപാരികൾ വലിയ ബുദ്ധിമുട്ടിലും പ്രയാസങ്ങളിലാണ്. കാരണം ഓണം സീസണിൽ വലിയ പ്രതീക്ഷയോട് കൂടിയാണ് വ്യാപാരികൾ ഇരിക്കുന്നത്. ആ പ്രതീക്ഷ ഒരു മങ്ങലേൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു രീതിയിലാണ് ഇപ്പം കാര്യങ്ങളെല്ലാം നടക്കുന്നത്. വിവിധ സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ തമിഴ്നാട്ടിലെ വിപണിയിൽ നേരിട്ടെത്തി ലേലത്തിൽ പങ്കെടുക്കുന്നത് പതിവാണ്. വെണ്ടയ്ക്ക് 10 രൂപ, കത്തിരിക്ക 15 രൂപ, മുളക് പയർ 8 രൂപ, 5 രൂപ, 6 രൂപ, 7 രൂപ, 8 രൂപ പയർ എടുക്കാൻ ആളില്ല. സാധാരണ ഈ സാധനത്തിൽ വില കൂടേണ്ടതാണ്. പാടില്ല. മാർക്കറ്റിൽ കാലിയായി കിടക്കുന്നത്, മേടിക്കാൻ ആളില്ല. നാളെയും മറ്റന്നാളുമായി തമിഴ്നാട്ടിലെ പച്ചക്കറിക്ക് ആവശ്യക്കാർ കൂടുമെന്നാണ് വ്യാപാരികൾ പ്രതീക്ഷിക്കുന്നത്. ഇതോടെ വിലയും കുതിച്ചുയർന്നേക്കാം. ഓണത്തിന്റെ തലേദിവസം ഒരുപക്ഷെ ഈ നിരന്നിരിക്കുന്ന പച്ചക്കറികൾക്കൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഇരട്ടി വിലയിലായിരിക്കും കിട്ടുക. നിലവിൽ എന്തായാലും ആശ്വാസകരമായ വില കൊടുത്താൽ മതിയാകും. തമിഴ്നാട് ചിന്നമന്നൂരിൽ നിന്ന് മുഹമ്മദ് ഏലപ്പാറയ്ക്കും പ്രകാശിനുമൊപ്പം രാഹുൽ വിജയൻ, 24.